ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ, ചിപ്പിയുള്ളിൽ മുത്തുപോലെൻ പൊന്മകളേ, എന്നുമെന്നും കിന്നരിക്കാം ഓമനിക്കാം, ചക്കരപ്പൻ നെറ്റിയിലോ പൊട്ടുതൊടാം. നീ പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാൽ നൂറഴക്, നീ പിടഞ്ഞാൽ എന്നുയിരിൽ കുരിരുള്. അച്ഛാ, വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമൊട്ടെ, മെല്ലെ പൂവിടു നീ വസന്തം കാത്തിരിപ്പൂ. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരൂ പൂവേ. മാനത്തെ കൂട്ടി മഞ്ഞുമൈനയുറങ്ങിയില്ലേ, താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയില്ലേ, പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാരും ചില്ലിൻ വാതിലിൽ എന്റെ മുട്ടിയില.
തിങ്കൾ തെല്ലല്ലേ വരവീണ കുടമല്ലേ മാനത്തെ മാൻപേട പെണ്ണ് ഓ മാനത്തെ മാൻപേട പെണ്ണ് വാ തിങ്കൾ തെല്ലല്ലേ വരവീണ കുടമല്ലേ മാനത്തെ മാൻപേട പെണ്ണ് ഓ മാനത്തെ മാൻപേട പെണ്ണ് പാടുമ്പോൾ കുയിലാണ് പനിനീർ പൂവിതളാണ് പാടുമ്പോൾ കുയിലാണ് പനിനീർ പൂവിതളാണ് മിഴി രണ്ടും മൈനകളാണ് ചേക്കേറാൻ മുത്തേ നേരമായോ ചേക്കേറാൻ മുത്തേ നേരമായി വാ തിങ്കൾ തെല്ലല്ലേ വരവീണ കുടമല്ലേ മാനത്തെ മാൻപേട പെണ്ണ് ഓ മാനത്തെ മാൻപേട പെണ്ണ് മാണിക്യക്കാവും ചുറ്റി മണിമഞ്ഞിൻ കൂടും തേടി വാനത്തെ വാനം പാടി പാറിവാ മാണിക്യക്കാവും ചുറ്റി മണിമഞ്ഞിൻ കൂടും തേടി വാനത്തെ വാനം പാടി പാറിവാ മുത്താരം മൂടാൻ നീ എന്തേ കാത്തു നിന്നില്ല ചെപ്പിൽ നിൻമോഹം ചാന്തണിഞ്ഞില്ല വെയിലാറും വേനൽ കൂട്ടി ചിറകോലും കാറ്റിൻ ചില്ലമേ അലരിപ്പൂങ്കാടിൻ മേടയിൽ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും ഇന്ന് ഒത്തിരി സന്തോഷത്തോടുകൂടി ഇവിടെ ഒത്തുചേരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രിയപ്പെട്ട ടെസ്സാക്കുട്ടിയുടെ 3ാമത്തെ പിറന്നാളും അതോടൊപ്പം തന്നെ വിദ്യാരംഭവുമാണ് നമ്മളിന്നിവിടെ ആചരിക്കുക. ഈ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയാം. ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പ്രത്യേകമായിട്ട് ടെസ്സാ ബേബിയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ കുഞ്ഞിനെ നമുക്ക് നൽകിയതിനെ ഓർത്ത് വിദ്യാരംഭം തുടങ്ങുമ്പോൾ ഈശോ പ്രായത്തിലും ജ്ഞാനത്തിലും വളർന്നു വന്നുവെന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നമ്മുടെ ടെസ്സാക്കുട്ടിയും പ്രായത്തിലും ജ്ഞാനത്തിലും വളർന്നു വന്ന് ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവളായിട്ട് വളരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ജ്ഞാനത്താൽ ഭവനം പണിയപ്പെടുന്നു, വിവേകത്താൽ അത് ഉറപ്പിക്കപ്പെടുന്നു. പ്രബോധനം വഴി അതിലെ മുറികൾ അമൂല്യമായ സമ്പത്ത് കൊണ്ട് നിറയുന്നു. വിജ്ഞാനി ബലവാനാകുന്നു, വിവേകമതി ശക്തനും ധീരനുമാകുന്നു. സമർത്ഥമായ നേതൃത്വത്തോടെ അവൻ യുദ്ധം ചെയ്യുന്നു, ധാരാളം ആലോചനകൾ ഉള്ളിടത്ത് വിജയമുണ്ട്.
പണിയപ്പെടുന്നു, വിവേകത്താൽ അത് ഉറപ്പിക്കപ്പെടുന്നു. പട്ടണവാതിൽക്കാൻ മൗനം അവലംബിക്കുന്നത് ഭോഷനെ സംബന്ധിച്ച വിജ്ഞാനമത്രേ. ജ്ഞാനത്താൽ ഭവനം പണിയപ്പെടുന്നു, വിവേകത്താൽ അത് ഉറപ്പിക്കപ്പെടുന്നു. തിന്മ ചെയ്യാൻ ആലോചിക്കുന്നവൻ ഭോഷൻ എന്ന് വിളിക്കപ്പെടുന്നു. ജ്ഞാനത്താൽ ഭവനം പണിയപ്പെടുന്നു, വിവേകത്താൽ അത് ഉറപ്പിക്കപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അനന്തജ്ഞാനിയായ ദൈവമേ, വിദ്യ അഭ്യസിക്കുന്നതിന് ഒരുക്കമായി അങ്ങയുടെ പാത അണഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ടെസ്സ ബേബിയിൽ പ്രസാദിക്കണമേ. ഇവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. നന്മയിൽ അടിപതറാതെ നിൽക്കുവാനുള്ള ധീരതയും നന്മതിന്മകൾ വിവേചിച്ചറിയുവാനുള്ള വിവേകവും ഞങ്ങളുടെ പ്രിയപ്പെട്ട ടെസ്സ കുട്ടിക്ക് പ്രദാനം ചെയ്യണമേ. അറിവിൻ്റെ ഉറവിടമായ അങ്ങ് തന്നെ ഇവരുടെ വിജ്ഞാന മണ്ഡലത്തെ വികസിപ്പിക്കണമേ. അധ്യാപകരെ ബഹുമാനിക്കുവാനും സഹപാഠികളെ സ്നേഹിക്കുവാനും ഉത്തമ സഖിത്വം സമ്പാദിക്കുവാനും ഈ പൈതലിനെ സഹായിക്കണമേ. വിജ്ഞാനത്തിൽ വളരുന്ന ഈ കുട്ടി ഫലങ്ങളുടെ ഭാരത്താൽ കുനിയുന്ന വൃക്ഷം പോലെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വിനയപൂർവ്വം വ്യാപരിക്കുവാൻ ഇടവരുത്തണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 2 വാക്യങ്ങൾ 51 മുതൽ 52 വരെ. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ആകാശങ്ങളിൽ വാഴും തിരുതാരാനാഥനു സ്തോത്രം. എന്നും നന്മകളേകൂ, ഞങ്ങൾക്കെല്ലാ പുണ്യവും നൽകൂ. മഴവില്ലിൻ മംഗലശ്രീ പോലെ ഒരു പൂവൽ പൈങ്കിളി ചേക്കേറി രാഗസുമംഗലിയാ ദേവമനോഹരിയാ. ദൂരെ മാമരക്കൊമ്പിൽ ഒരു താരാജാലകക്കൂട്ടിൽ ഏതോ കാർത്തിക നാളിൽ മലർപ്പൂക്കും പൗർണമി രാവിൽ.
meal and hearty, what a combination. Once again, this is your night and everyone feels right. Happy birthday to you. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരുളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ആരാരുമേ തേടാത്ത നിന്നുൾ നാമ്പു തേടി ആരാരുമേ കാണാത്തൊരാദാഹങ്ങൾ പുൽകി നീ പോകും ദൂരം നിഴലായി ഞാൻ വന്നിടാം തീരങ്ങൾ തേടി ചിറകേറിപ്പോയിടാം ശലഭമിഴിയോ കാണാതീരം
ജീവിതം